ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. ഒരു പുതിയ പ്രൊഡക്റ്റ് ആണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കാണിക്കാത്ത ഒരു പ്രൊഡക്റ്റ് ആണ്. അത് കുഞ്ഞു പിള്ളേർക്കൊക്കെ ന്യൂ ബോൺ ബേബീസിന്റെ കെട്ടുടുപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ന്യൂ ബോൺ ബേബീസിനെ ഇപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണാൻ പോവുകയാണെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ന്യൂ ബോൺ ബേബിയുടെ അമ്മമാർക്ക് മേടിച്ച് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള കെട്ടുടുപ്പുകളും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബേബി ഷീറ്റുമാണ് അതിൻ്റെ കൂടെ വരുന്നത്. അപ്പം ഇത് ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. അതിൻ്റെ അകത്തുള്ള വർക്ക്സ് ഒക്കെയാണ്. അതിൻ്റെ അകത്തൊക്കെ കുഞ്ഞു കുഞ്ഞു ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ റേറ്റും എംബ്രോയിഡറി എങ്ങനെയാണ് വരുന്നതും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ സെറ്റായിട്ടും മേടിക്കാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് കെട്ടുടുപ്പ് മാത്രം ആയിട്ട് അങ്ങനെയാണെങ്കിലും മേടിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം ആദ്യം തന്നെ ഞാൻ കെട്ടുടുപ്പ് കാണിച്ചു തരാം. ഇത് നല്ല കോട്ടൺ മെറ്റീരിയലിൽ പിള്ളേർക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, പിള്ളേർക്കൊക്കെ നല്ല കോട്ടൺ മെറ്റീരിയലിലാണോ നമ്മൾ കെട്ടുടുപ്പ് തയ്ക്കുന്നത്. അതുപോലെ തന്നെ നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഈ കെട്ടുടുപ്പ് തയ്ച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഒരു കുഞ്ഞു ജിറാഫിൻ്റെ മോട്ടീവ് തയ്ച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ ജിറാഫ് തയ്ച്ചിരിക്കുന്നത് ഷാഡോ വർക്കാണ്. ഇവിടെ എന്നിട്ട് സ്പോട്ട്സ് എല്ലാം നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. പിന്നെ കുഞ്ഞു ഫ്രഞ്ച് നോട്ടും ലീവ്സ് ഒക്കെ ആണെങ്കിൽ വെറുതെ ലോങ് ആൻഡ് ഷോർട്ട് ആയിട്ട് നമ്മൾ തയ്ച്ചിരിക്കണം. ഇങ്ങനെയാണ് കെട്ടുടുപ്പ് വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ ഈ സെയിം കോട്ടൺ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ്, തുണി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കെട്ട് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് കെട്ടുടുപ്പ് വരുന്നത്. ഇത് ഒരു പീസ്. ഇങ്ങനത്തെ ഇതിൻ്റെ 5 പീസും പിന്നെ ഒരു ബേബി ഷീറ്റും ആയിട്ടാണ് ഈ ഒരു സെറ്റ് വരുന്നത്. അതല്ല നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ഓരോന്നായിട്ട് മേടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും മേടിക്കാം. ഇത് ഒരു പീസ്. സെക്കൻഡ് പീസ് ഇതുപോലെ തന്നെ ഒരു കെട്ടുടുപ്പ്. അതിൻ്റെ അകത്ത് ഒരു പംകിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കുഞ്ഞു പാവക്കുഞ്ഞിനെ പോലെ ഒരു പെണ്ണിൻ്റെ ഫേസുമായിട്ട്, ഡോളറിൻ്റെ ഫേസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈൻ. ഇത് ക്യാപ്പ് ഓൺ ചെയ്ത് പംകിൻ്റെ ക്യാപ്പ് മേളിൽ ഇവിടെ തൊപ്പി മാതിരി വെച്ചിട്ട് ഇവിടെ ഒരു ഫേസ്, അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇതെല്ലാം സെയിം മോഡലാണ്, ഡിസൈനിങ് മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇതൊക്കെ സെയിം സ്റ്റൈലിലാണ് കെട്ടൊക്കെ വന്നിരിക്കുന്നത്. എല്ലാം സെയിം സ്റ്റൈലിലാണ് വന്നത്. ഇതൊരു പീസ്. ഇത് രണ്ടാമത്തെ പീസ്. മൂന്നാമത്തെ പീസ് വന്നിട്ട് ഇതും ഒരു കുഞ്ഞ് ബേബി ഗേൾസിനൊക്കെ ഇടാൻ പറ്റിയ പിങ്ക് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സെപ്പറേറ്റ് വേണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിലത്തെ 3 പിന്നെ ഒരു ബേബി ഷീറ്റുമാണ് വേണം, അങ്ങനെയും നമ്മൾ മേടിക്കാവുന്നതാണ്. അതെല്ലാം ഉണ്ടെങ്കിൽ 5 വേണമെങ്കിൽ 5 മേടിക്കുക. ഇതിപ്പോൾ ഒരു 5 സെറ്റാണ് കേട്ടോ. പിന്നെ ഇത് ഒരെണ്ണം. ഇത് ഒരു ഒക്ടോബർ ഡിസൈൻ ആയിട്ടാണ് വന്നേക്കുന്നത്. അതിൻ്റെ അകത്ത് ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ബ്ലൂ കളർ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൂ ആൻഡ് മസ്റ്റർഡ് യെല്ലോ ആണ് തയ്ച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനെയാണ് നാലാമത്തെ വന്നത്. ഇത് ഏറ്റവും ലാസ്റ്റത്തെ 5ാമത്തെ വന്നിട്ട് ഒരു ഫ്രില്ല് പോലെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ബൂളിയൻ നോട്ടാണ് ചെയ്തിരിക്കുന്നത്. പിള്ളേരുടെ ഡ്രസ്സിൽ തയ്ക്കുമ്പോൾ ബൂളിയൻ നോട്ടൊക്കെ തയ്ക്കുമ്പോൾ ഒത്തിരി പ്രൊജക്റ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട്, ഇത് ഒത്തിരി പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒത്തിരി തടിച്ചിരിക്കുമ്പോൾ പിള്ളേർക്ക് മറിഞ്ഞു കിടക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് അത്ര 6 strands യൂസ് ചെയ്യണമെന്നില്ല. 3 or 4 strands കൊടുത്താൽ അത്രയ്ക്ക് തടിച്ചു നിൽക്കത്തില്ല, പിള്ളേർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. കുഞ്ഞിതായിട്ട് തയ്ച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഫ്രിൽസ് കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ ബൂളിയൻ നോട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ 5 കെട്ടുടുപ്പ്. ഇപ്പോൾ അത് ബേസിക്കലി നമുക്ക് ഇത് വേണമെങ്കിൽ മിക്സ് മാച്ച് ആയിട്ട് എടുക്കാം. വേണമെങ്കിൽ ഇതിലത്തെ 3 പിന്നെ ഒരു ബേബി ഷീറ്റുമായിട്ട് മേടിക്കാം. അതല്ല ഈ 5 സെറ്റുമായിട്ട് നമുക്ക് മേടിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ വരുന്നത് ബേബി ഷീറ്റ് ഞാൻ കാണിച്ചു തരാം. നല്ലൊരു മെറ്റീരിയലിൽ ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് ഒരു കുഞ്ഞ് എംബ്രോയിഡറി, ഒരു ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഓപ്പോസിറ്റ് കോർണേഴ്സിൽ ഇതുവരെ ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സിൽക്കി എഫക്റ്റ് ഉള്ള ഒരു തുണി വെച്ച് പിടിച്ചിട്ട് ഒരു ലേസും ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കുഞ്ഞ് ലേസി ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഓപ്പോസിറ്റ് കോർണറിലുമായിട്ട് നമ്മൾ ഡിസൈൻ 2 കോർണറിലായിട്ടാണ് ഡിസൈനിങ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് സെൽഫ് പ്രിന്റ് ആയിട്ട് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്സ്, ഡയമണ്ട് ഷേപ്സ് വരുന്നുണ്ട്. ഈ ഒരു തുണിയിൽ സെൽഫ് പ്രിന്റ് ആയിട്ട് അങ്ങനെ വരുന്നുണ്ട്. ഈ ബേബി ഷീറ്റും 5 ഇതും കൂടെയാണ് വരുന്നത്, ഒരു സെറ്റായിട്ട് വരുന്നത്. ഇതിൻ്റെ റേറ്റ്
800 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 800 റുപ്പീസ്. നല്ല പ്യുവർ കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയലിലാണ് നമ്മൾ ഈ ഡ്രസ്സസ് എല്ലാം തയ്ച്ചിരിക്കുന്നത്. ഇതാണെങ്കിൽ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു കോമ്പിനേഷൻ. ഇനി ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാം. അപ്പോൾ അതിൻ്റെ റേറ്റ് നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ റേറ്റ് പറയാവുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ആദ്യത്തെ സെറ്റ്. രണ്ടാമത്തെ സെറ്റ് വന്നിട്ട് ഒരു റെഡ് കളറാണ്. ഇത് മല്ലിൻ്റെ തുണി എന്ന് നമ്മൾ പറയും. പണ്ടത്തെ ചട്ടയും മുണ്ടൊക്കെ തയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന തുണിയാണ്. നമ്മൾ ഈ ബേബി ക്ലോത്തിനാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു മല്ലിൻ്റെ തുണിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സൈഡിലായിട്ട് ഇത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് മഷ്റൂംസ് ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് നമ്മൾ ഈ ഒരു ബേബി ഷീറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് ഡിസൈനിങ് ഉള്ളത്. ഈ ഒരു സൈഡിൽ മാത്രമേ ഡിസൈനിങ് ഉള്ളൂ. ബാക്കി പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ സെറ്റിൽ വരുന്നത് ഡ്രസ്സ് ആ ഒരു ഇതിൽ തന്നെ തയ്ച്ചിരിക്കുന്ന ഡ്രസ്സാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ അകത്ത് മഷ്റൂം ഡിസൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ കയ്യിലും കഴുത്തിലുമായിട്ട് ഇതുവരെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് റെഡ് ത്രെഡ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ വരുമ്പം കെട്ട് വരുന്നത് റിബൺ ആണ് കൊടുത്തിരിക്കുന്നത്. സാറ്റിൻ റിബൺ വെച്ചിട്ടാണ് ഇതിൻ്റെ കെട്ടുന്ന ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്. ഇതൊരു ഒറ്റ പീസാണെന്ന് വെച്ചാൽ ഒറ്റ ഒരു ഡ്രസ്സും ഒരു ഷീറ്റും ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 300 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ അടുത്തത് ഇത് രണ്ടാമത്തെ. ഇനി നമുക്ക് അടുത്തത് കണ്ടു നോക്കാം. അടുത്തത് ഒരു ബ്ലൂ ആണ്. ബോയ്സിന് പറ്റിയ കളറാണ്. അതിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ ഒരു ബെഡ് സ്പ്രെഡ് ബേബി ഷീറ്റ് ഉണ്ട്. ബേബി ഷീറ്റിൻ്റെ 2 കോർണറിലായിട്ടാണ് കൊടുത്തേക്കുന്നത്. സെയിം സൈഡിൽ തന്നെ 2 കോർണറിലായിട്ട് കുറച്ച് വലുതായിട്ട് ഫ്ലവർ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബാസ്ക്കറ്റ് ഫ്ലവറും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തന്നെ ബേബി ഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മല്ലിൻ്റെ തുണിയിലാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അതിൻ്റെ ബേബി ഡ്രസ്സും ഇതുപോലെ തന്നെ കഴുത്തിൻ്റെ അവിടെയും സ്ലീവിൻ്റെ അവിടെയും അതുപോലെ തന്നെ ബോട്ടം പോർഷനിലും ഈ ക്രോസ് സ്റ്റിച്ച് ഹെയർ ആൻഡ് ബോൺ തയ്ച്ചിട്ടുണ്ട്. എന്നിട്ട് നടുക്ക് ഒരു കുഞ്ഞു ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ആണെങ്കിലും കെട്ട് സാറ്റിൻ റിബൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതും സെയിം റേറ്റ് തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഇതിൻ്റെ റേറ്റും 300 റുപ്പീസാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പാറ്റേൺ. ഇനി നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ പാറ്റേൺ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ വന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ്. ഗേൾസിന് പറ്റിയ രീതിയിലാണ്. അതിൻ്റെ അകത്ത് താഴെ ഈ ബ്ലാങ്കറ്റിൻ്റെ താഴെ ബേബി ഷീറ്റിൻ്റെ താഴെ നിറച്ചും ഇങ്ങനെ വേവി ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് റോസിറ്റി സ്റ്റിച്ചും ഫിഷ് ബോൺ സ്റ്റിച്ചും ഒക്കെ ആയിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഡ്രസ്സ് വന്നിട്ട് ഇതുപോലെ തന്നെ ഒരു കുഞ്ഞു ഡ്രസ്സാണ്. ഇതിൻ്റെ അകത്തും സ്ലീവിലും അതുപോലെ തന്നെ നെക്ക് പോർഷനിലും ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ ഇവിടെ ആയിട്ടൊരു കുഞ്ഞു ഡിസൈനും താഴെയും ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇതും സാറ്റിൻ റിബൺ ആണ് വന്നിരിക്കുന്നത്. എന്നിട്ട് അറ്റത്ത് തുണിയും കൊണ്ടുള്ള ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈനിങ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റും സെയിം റേറ്റ് തന്നെയാണ്. ഈ രണ്ടാമത്തതും മൂന്നാമത്തതും നാലാമത്തെയും കെട്ടുടുപ്പിനും ഷീറ്റിനും 300 റുപ്പീസാണ്. ആദ്യത്തേത് ആ ഒരു സെറ്റിനായിട്ട് 5 ഡ്രസ്സും ബേബി ഷീറ്റിനും കൂടെ ആയിട്ട് 800 റുപ്പീസ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതാണെങ്കിലും താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. 300 റുപ്പീസാണ് ലാസ്റ്റ് കാണിച്ച മെറ്റീരിയലിൻ്റെയും റേറ്റ്. ഇതെല്ലാം പ്യുവർ കോട്ടൺ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ അവസാനത്തെ 2, 3, 4 കാണിച്ചിരിക്കുന്നത് ബേബി ഷീറ്റൊക്കെ തയ്ച്ചിരിക്കുന്നത് മല്ലിൻ്റെ തുണിയും കൊണ്ടാണ്. മറ്റേതും എല്ലാം തയ്ച്ചിരിക്കുന്നത് പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള നമ്മൾ ബേബിക്ക് യൂസ് ചെയ്യുന്ന ലൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഡ്രസ്സസ് ഒക്കെ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ഇന്നത്തെ ഇതെല്ലാം ഞാൻ പറഞ്ഞു ഒറ്റ പീസസ് ആണ്, സിംഗിൾ പീസസ് ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ആദ്യം തന്നെ അയക്കുക. ഇനി എങ്ങാനും ഇതുപോലത്തെ റീക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് വേറെ ഓർഡേഴ്സ് വല്ലതും വേണമെങ്കിൽ പറഞ്ഞേച്ചാൽ മതി, അതുപോലെ ചെയ്തു തരാവുന്നതായിരിക്കും. അപ്പോൾ അതിനൊക്കെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.